പല കേസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത്. ഇത് കണ്ടോ, തന്നെ വന്ന് കയറിയ പൂച്ചക്കുഞ്ഞും തള്ളയാണ് കേട്ടോ. വൃത്തക്കെട്ട സാധനം എന്ന് പറഞ്ഞാൽ കുഞ്ഞാപ്പെന്നാണ് വിളിക്കുന്നത്. ഇത് നോക്ക്, ആ ബിരിയാണിയെ മേടിച്ചുകൊണ്ട് വന്നിരുന്നു. ബിരിയാണി എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് മേടിച്ചതാണ് കേട്ടോ. അത് ഞങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കി പാഴ്സൽ ചെയ്ത് കൊണ്ടുവന്നതാണ്. എന്നാൽ എനിക്ക് ബിരിയാണിയോട് ശരിക്കും താല്പര്യമൊന്നുമില്ല. ഇത് വെള്ളമാണ് കേട്ടോ. ബാക്കി വന്നത് പാഴ്സൽ ചെയ്ത് കൊണ്ടുവന്നു, കഴിച്ചു. ഇതേ തള്ള ഇത്രയും നേരം കുഞ്ഞാപ്പൊടി ഉണ്ട്. കുഞ്ഞാപ്പൂ, ഇത് കട ഡ്രസ്സ് വർക്കിന് വന്ന് കേട്ടോ. അയ്യോ, എന്ത് കളിയത്. കുഞ്ഞാപ്പൂ ഇവിടെ തള്ളക്ക് ഒരു സമ്മാനം കൊടുക്കില്ല. നോക്ക് കേസ്, നോക്ക്, എന്നെ ഇട്ട് കാണിച്ച് പറിക്കിട്ട്. അപ്പോൾ ഇവിടെ ഒരു മേശ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ അടിയിലാണ് അതിൻ്റെ കളിയൊക്കെ. കുഞ്ഞാപ്പൂ വാ. തള്ള വെളിയിൽ ഇറങ്ങി കേട്ടോ. തന്നെത്താനെ വന്ന പൂച്ചയും കുഞ്ഞുമായത്. എവിടുന്ന് വന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. നമുക്ക് വൃത്തിയാണ് ആ തള്ളയായിട്ട്. തള്ള എവിടെ പോലെ. ഇത് ഞങ്ങളുടെ വിറകടുപ്പാണോ? കുരങ്ങന്മാരെക്കാളും കഷ്ടമാണല്ലോ അടി നീ. പെണ്ണല്ല ആമ്പൂച്ചയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അത് തള്ളേനെ ഇട്ട് കഷ്ടപ്പെടുത്തായിട്ട്. അതിനാണ് ദേഷ്യം വരുന്നുണ്ട്. അതേ വാലിട്ട് ആട്ടുന്നുണ്ടോ, നല്ല ദേഷ്യം വരുന്നുണ്ട് അതിന്. ഞാൻ പോ ഇവിടെ ആടാ. ഇത് നോക്ക്, തള്ളക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം നല്ല കടിയാ. പാല് കുടിക്കാൻ പോയാലും ഒക്കെ കടിയാ. നോക്കാൻ എന്തായില്ല കേട്ടോ. കാരണം നമ്മുടെ മക്കളെ ആയാലും എങ്ങനെയാണല്ലോ, കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ പാല് കുടിച്ച് കടിക്കും. എൻ്റെ മക്കൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അതായിരിക്കും അവർക്ക് ദേഷ്യം. ഫുഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്, എന്നാലും വൃത്തക്കെട്ട സാധനം അത്. അപ്പം ഇന്ന് ഞാൻ പോയതേ തൃപ്പൂണിത്തറയായിരുന്നു ആദ്യം പോയത് കേസ്, പപ്പടം വയ്ക്കാൻ. എനിക്ക് രണ്ട് കടയിൽ കയറിയിട്ട് കൈനീട്ടം ഒന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് നെട്ടൂരേക്ക് പോയി ഞാൻ. കുഴപ്പമില്ല കേട്ടോ, എല്ലാം നല്ല ആൾക്കാർ, നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് നെട്ടൂരുള്ളവർ. നമുക്ക് പപ്പടമൊക്കെ കച്ചവടമായി, പക്ഷെ വലിയ ലാഭമൊന്നുമില്ല അതിൽ. എന്നാലും കുഴപ്പമില്ല, ജീവിച്ചു പോന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കൂടെ കൂട്ടണേ പ്ലീസ്. എന്നാലും ഓക്കെ, ബൈ. ഇതേ കഴിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വരും പുള്ള. എവിടുന്ന് വന്നതാണെന്നൊന്നും എനിക്കറിയില്ല. ഒരു തള്ള ഒരു കുഞ്ഞിനെയും കടിച്ചു പിടിച്ചുകൊണ്ട് വന്നതാണ്. ഞങ്ങളുടെ അടുക്കളയിലാണ്. വീടൊന്നും ശരിയാക്കാത്ത കാരണം ഇങ്ങനെ ഏതേ വരുന്നുണ്ട് കേട്ടോ. അവളല്ല, അവൻ കുരുത്തം പിടിച്ച സാധനം. ഇത് കുരുത്തക്കേട് പിടിച്ച സാധനമാണ്. അങ്ങോട്ട് കയറ്റിട്ടുണ്ട്, വെള്ളം കുടിക്കാൻ കയറി കേട്ടോ വയസ്സ്. അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ കൂടെ കൂട്ടണം കേട്ടോ. എന്നാലും ഓക്കെ, ബൈ.